അപ്പോൾ ഐസ്ലാൻഡ് ട്രിപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ട് പൊതുവെ വന്നൊരു കമൻറ്റാണ് ഐസ്ലാൻഡിൽ ഐസ് കവർ ചെയ്ത ലാൻഡ്സ്കേപ്പ് ഒന്നും വീഡിയോയിൽ കണ്ടില്ലല്ലോ എന്ന്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഐസിൽ മൂടിക്കിടന്നത് കൊണ്ടാണ് ഐസ്ലാൻഡിന് ആ പേര് കിട്ടിയതെങ്കിലും ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കാരണം ഐസ്ലാൻഡിൻ്റെ വെറും 10% മാത്രമേ ഇപ്പം ഐസ് ക്യാപ്സും ഗ്ലേസിയേഴ്സും ഒക്കെ ഉള്ളൂ കേട്ടോ. അതും ഏകദേശം അടുത്ത 200 വർഷത്തിൽ മൊത്തം ഇല്ലാതാകുമെന്നാണ് പ്രവചനം. എന്തായാലും ഈ എപ്പിസോഡിൽ ഞാൻ കണ്ട ഒരു ഗ്ലേസിയറിന്റെ താഴ്വരയിലെ ഐസ് കേവിൽ നിന്നും ആവട്ടെ തുടക്കം. വിന്റർ ടൈം ആണ് ഐസ് കേവ്സ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ബെസ്റ്റ് സീസൺ. സമ്മറിൽ ഈ ഗ്ലേസിയേഴ്സിനൊക്കെ ചൂട് കാരണം മൂവ്മെന്റ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് സമ്മർ ടൈമിൽ ഐസ് കേവ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഹൈ റിസ്ക് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാട്ട്ല എന്ന ആ ഒരു ഗ്ലേസിയർ മാത്രമാണ് ഇപ്പോഴുള്ളതിൽ ഇവിടെ ഇയർ ത്രൂ ഔട്ട്, അതായത് ഏത് സീസണിലും അല്പം വിശ്വസിച്ച് ഐസ് കേവ് എക്സ്പ്ലോർ ചെയ്യാൻ ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ഗ്ലേസിയർ. മറ്റുള്ള ഗ്ലേസിയേഴ്സൊക്കെ വിൻ്റർ ഒഴികെയുള്ള ടൈമിൽ ആക്സസ് ചെയ്യുന്നതിന് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഐസ്ലാൻഡിൽ കൂടെ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ചില ഫാൻറ്റസി കഥകളിൽ പോലും കേൾക്കാത്ത ഒത്തിരി മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്രതിഭാസങ്ങൾ ലാൻഡ്സ്കേപ്പിലുള്ള ഒരു നാടാണിതെന്ന്. ഐസ്ലാൻഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന ഒരു സാധാരണ കാഴ്ചയാണ് ഇങ്ങനെ ഭൂമിക്കടിയിൽ കൂടെ പുക വരുന്നത്. ഇവിടെ ഭൂമിക്കടിയിൽ നടക്കുന്ന ചില ജിയോ തെർമൽ ആക്ടിവിറ്റീസൊക്കെ കാരണം ഉറവ് നല്ലപോലെ തിളച്ചിട്ട് പൊട്ടിത്തെറിക്കുന്ന ഗൈസർ എന്ന് വിളിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. ഐസ്ലാൻഡിൽ ഒത്തിരി വോൾക്കാനിക് ആക്ടിവിറ്റീസ് നടക്കുന്നത് കൊണ്ട് ഇവിടുത്തെ പല സ്ഥലത്തെയും ഭൂമിക്കടിയിലെ മാഗ്മ എന്ന ലെയർ നല്ല ചൂടിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ ഉദ്ഭവിക്കുന്ന ഉറവയും മഴവെള്ളവും ഒക്കെ ചൂടായിട്ടുണ്ടാകുന്ന ആ ഒരു പ്രഷറിൽ ഉണ്ടാകുന്ന ഒരു പൊട്ടിത്തെറിയാണ് ആക്ച്വലി ഈ ഗൈസർ എന്ന സംഭവം. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന വെള്ളത്തിന് ഏകദേശം 100 അല്ലെങ്കിൽ അതിന് മുകളിൽ ഡിഗ്രി ചൂടുണ്ടാകും കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഐസ്ലാൻഡിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ളൊരു ഗൈസറിൻ്റെ ഫ്രണ്ടിലാണ്. എല്ലാ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൂടുമ്പോഴും ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാണാനായിട്ടാണ് ഈ ആൾക്കാർ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നത്.
പിന്നെ ഐസ്ലാൻഡിലെ 90% ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതും ഈ ഒരു ജിയോ തെർമൽ എനർജി സോഴ്സിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്താണ് കേട്ടോ. അതിനൊത്തിരി ജിയോ തെർമൽ സ്റ്റേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ ചൂടൊന്ന് പരീക്ഷിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഇതിലൊന്ന് കൈയിട്ട് നോക്കി കേട്ടോ. അപ്പം ഈ പുറത്തുള്ള തണുപ്പ് കൊണ്ടാണോ എന്നറിയത്തില്ല, അത്രയ്ക്ക് വലിയ ചൂട് എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ അല്പം ഹൈക്കിംഗ് ഒക്കെ ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്കുള്ള ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഐസ്ലൻഡിലെ മറ്റൊരു ലൊക്കേഷനിലെ വിശേഷവുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.